Q Developers Comedy Super. കളിച്ചിരികളുടെ വർണ്ണമേളം ഈ ചിരിരാവിന് മാറ്റുകൂട്ടുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവേർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. അളിയാ അളിയോ ഓ ആ നീയോ എന്നാടാ ചുമ്മാ അളിയനും പെങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. അളിയനെയും പെങ്ങളെയും കാണാനിട്ട് വരവില്ലാത്തതല്ലോ ഇങ്ങോട്ട്, പിന്നെ എന്ത് പറ്റി ഇങ്ങോട്ട് വരാൻ? അല്ല അച്ഛനും അമ്മയും പിണക്കമാണെന്ന് പറഞ്ഞ് എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ അച്ഛനും അമ്മയോട് ഞങ്ങൾക്ക് ഒരു പിണക്കവും ഇല്ല, പക്ഷെ നിന്നോട് ഞങ്ങൾക്ക് പിണക്കമാ. എടാ ഞങ്ങളുടെ BPL കാർഡ് പരാതി കൊടുത്ത് APL ആക്കിയവനാ നീ. അളിയൻ അങ്ങനെ പറയല്ലോ അളിയാ, ഞാൻ അങ്ങനെ പറയും. സങ്കടാവും. ഈ BPL കാർഡില് റേഷൻ അരി എന്ന് പറഞ്ഞാൽ കോഴി പോലും തിന്നത്തില്ല, അതുകൊണ്ടല്ലേ ഞാൻ APL ആക്കിയത്. അല്ല ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്നാ? വന്നേ ഉദ്ദേശം വേറെ ഒന്നുമല്ല, എന്താ അളിയനും പെങ്ങൾക്കും വേണ്ടി ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതല്ലേ. നീ സപ്പോർട്ട് ചെയ്ത് എനിക്കറിയാം. നിന്റെ പെങ്ങളെ വിളിച്ചോണ്ട് ഞാൻ പോകുന്ന സമയത്ത് നീ ഒരു ഇഷ്യൂ എടുത്തോ ഒറ്റ ഏറായിരുന്നു. ആ സപ്പോർട്ട് വന്നുകൊണ്ട് എന്റെ ഇവിടെ കിട്ടാ. ഇപ്പോൾ ഏത് വേറെ സപ്പോർട്ട് ഇല്ല, ഇപ്പോഴും എനിക്ക് പെടലി അനക്കാൻ പറ്റത്തില്ല. അളിയൻ അതൊക്കെ മറക്ക്. അതൊക്കെ മറക്കാ. ഇപ്പൊ ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ. എന്താ കാര്യം? പെങ്ങള് ഫ്ലവേഴ്സിൽ കയറിയല്ലേ? അവളെന്നാടാ പൂമ്പാറ്റയോ ഫ്ലവേഴ്സിൽ കയറാൻ? അയ്യോ അതല്ല, മറ്റേ വീട്ടമ്മ എന്ന പരിപാടിക്ക് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അത് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. അതറിഞ്ഞു വന്നതല്ലേ? ഫ്ലാറ്റ്, ഇന്നോവ കാറ് അവക്ക് കിട്ടുകയും ചെയ്തു. 1 കോടി രൂപയുടെ ഫ്ലാറ്റും ഞങ്ങൾക്ക് കിട്ടും, ഒരു കാറും കിട്ടും. അതിന് നിനക്കെന്താ സംഭവം? അളിയ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാ. കാര്യം പെങ്ങൾക്ക് നല്ല കഴിവാണല്ലോ. ആ ഇന്നോവ കാറില്ലേ, അതെനിക്ക് തരാൻ പറയണ കളിയാ. എന്തിന്? എനിക്ക് ടാക്സി ആയിട്ട് ഓടാനാ. ഫ്ലവേഴ്സിൽ തന്നെ ഓടുവാണെങ്കിലേ ശ്രീകണ്ഠ സാറിനോട് പറഞ്ഞ കുറച്ച് ഓട്ടം അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ, എനിക്ക് അങ്ങനെ ജീവിച്ചു പോകാലോ. എന്റെ പൊന്നു മോനെ, ആ പൂതി അങ്ങ് മനസ്സിരിക്കുള്ളൂ. അതുമല്ല, എനിക്ക് ഇച്ചിരി അഭിനയത്തിന്റെ അസ്ഥിതി ഉണ്ടല്ലോ. അപ്പൊ പെങ്ങളോട് പറയുവാണെങ്കിൽ ഈ പാസിംഗ് ഷോട്ടിലൊക്കെ സപ്പോർട്ടിങ് ആയിട്ട് സപ്പോർട്ട് ഇപ്പോഴും പോയിട്ടില്ല. പെങ്ങൾ എവിടെ അളിയാ? പെങ്ങൾ എന്റെ പൊന്നു മോനെ രാവിലെ 7 മണി തൊട്ടുള്ള ഒരുക്ക 10 മണിക്ക് ഫ്ലവേഴ്സുകാർ വരുമെന്നാ പറഞ്ഞത്. അന്യായമേക്കിപ്പോ അവിടെ കിടന്നു. ഒന്ന് വിളിക്കളിയാ. അളിയൻ അങ്ങനെ സംസാരിക്കല്ലേ. അളിയൻ പെങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് പെങ്ങളുടെ മുറിയുടെ വാതിക്കെ ഞാൻ പട്ടീനെ വരെ കെട്ടിയിട്ടതാണ്. വേറൊരാൾ വന്ന് നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി പട്ടീനെ വരെ ഞാൻ അവിടെ കൊണ്ട് കെട്ടിയിട്ടത്. അളിയനത് മറക്കല്ലേ. എന്നിട്ട് ആ പാവം പിടിച്ച പട്ടി കുറച്ച് ചത്തു പോയില്ലേ? എന്റെ പൊന്നു സൂണ, നീ പെട്ടെന്ന് സ്ഥലം കലിയാക്കാൻ നോക്കും. ഞാൻ വേറൊരു ഐഡിയ വേണമെങ്കിൽ അളിയന് പറഞ്ഞു തരാം. എന്ത് ഐഡിയ? എന്നാലെങ്കിലും എന്നെ ഒന്ന് സ്നേഹിക്കും. എന്ത് ഐഡിയ? ഇപ്പൊ പെങ്ങൾക്ക് 1 കോടി രൂപയും ഫ്ലാറ്റും ഒക്കെ കിട്ടുമല്ലോ. മറ്റേ കോടീശ്വരം പരിപാടി പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അളിയൻ ഒന്ന് പോമേലേ, അവിടെ ചെന്ന് ഞാൻ ഒറ്റ ചോദ്യം മതി, അളിയന്റെ ജീവിതം മാറി മറിയാ. അങ്ങനെ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചതാ എന്റെ ജീവിതം മാറി മറിഞ്ഞത്. നിന്റെ പെങ്ങളോട് ഞാൻ ചോദിച്ചു കൂടെ പോരുന്നോന്ന്, അപ്പൊ ചാടി പോന്നതാ എന്റെ കൂടെ. ചുമ്മാ ചാനൽ കാര്യം വരാൻ സമയം നീ പോ. വണ്ടി വന്നല്ലോ, ചാനൽ വരാൻ. നമസ്കാരം. 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 ഞാൻ ഫ്ലവേഴ്സിൽ നിന്ന് വരുന്നു. ആ ഷർട്ട് കണ്ടപ്പോഴേ മനസ്സിലായി. അതല്ല, ഞാനാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. എന്റെ പേര് ദിലീപ്. ഡയറക്ടർ ഇല്ലാത്തപ്പോ ഞാൻ ആക്ഷൻ പറയും. ഞാൻ ഒരുപാട് ഭയങ്കര സംഭവമാണല്ലേ. ഞാൻ ക്യാമറമാൻ അജി പുഷ്പൻ. ശരി, പുഷ്പനായി പെട്ടെന്ന് പുഷ്പം വന്നാൽ നമ്മൾ ഫ്ലവേഴ്സ് TV ആണല്ലോ, അപ്പൊ ഒരു പുഷ്പം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അജി പുഷ്പം, നീ അഴിവിയ പുഷ്പം അറിയില്ല സാറേ. ഞാൻ അളിയൻ. അളിയൻ അത് എന്റെ പെങ്ങൾക്ക് സഹോദരം ഇല്ലല്ലോ. അയ്യോ അതല്ല, പിന്നെ ഇവിടുത്തെ ഇങ്ങേറെ അളിയൻ, എന്റെ ഒരു അളിയൻ. പിന്നെ നിങ്ങൾ പറഞ്ഞ ചക്ക മാങ്ങ തേങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട്. സ്ഥിരതാമസമാക്കാനുള്ള പ്ലാൻ വല്ലതും ആണോ? അല്ലല്ല, എന്റെ ടാസ്കിന് വന്നതാ. ടാസ്കിന് വന്നതാ. അതായത് ഫ്ലവേഴ്സ് TVയിലെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ഷോയാണ് നമ്മുടെ വീട്ടമ്മ. അയ്യോ, പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനൊരു പരിപാടി കണ്ടപ്പോ മിഥുൻ പറയുന്നത് കേട്ടു, കോമഡി ഉത്സവമാണ് ബ്രഹ്മാണ്ഡ പരിപാടി. അൻസിമ പറഞ്ഞു കോമഡി സൂപ്പർ നൈറ്റാ ബ്രഹ്മാണ്ഡ പരിപാടി. ശ്രീകണ്ഠനാഥ് സാറ് പറഞ്ഞു SKN ഷോയാണ് ബ്രഹ്മാണ്ഡ പരിപാടി. ഇതും ബ്രഹ്മാണ്ഡ പരിപാടിയാണ്. അപ്പൊ അതായത് 4000 പേരൊന്ന് ഓഡീഷൻ ചെയ്ത് 20 പേരിൽ ഒരാളാണ് ചേട്ടന്റെ ഭാര്യയല്ലേ. 4000 പേരില് 20 പേരെ സെലക്ട് ചെയ്ത് ഒരാൾ എന്റെ തങ്കമ്മ. അപ്പൊ നമുക്ക് ഷൂട്ട് തുടങ്ങാം. കണ്ടസ്റ്റന്റിനെ വിളിക്കാം. കണ്ടെത്തിക്കൊണ്ട് ഷൂട്ട് വെക്കാനാണ്. കണ്ടെത്തിക്കൊണ്ട് ഷൂട്ട് ചെയ്യാനല്ല, കണ്ടസ്റ്റന്റ് മത്സരാർത്ഥിയെ വിളിക്കാൻ. മത്സരാർത്ഥിയെ വിളിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ വരണം, എന്നാലേ നമുക്ക് ഒരു പഞ്ചുള്ളൂ. ക്യാമറ പുഷ്കര വിളിക്കട്ടെ. വിളിക്കട്ടെ. തങ്കമ്മേ, തങ്കമ്മേ മോളു. നീ എന്നോട് ഓമന പെണ്ണല്ലയോ, ഓമന പെണ്ണേ നിന്നെ പോലെ ഓമനയാരുണ്ടടി, ഓമന പെണ്ണല്ലയോ നീ എന്നോട് ഓമന പെണ്ണല്ലയോ, ഓമന പെണ്ണേ നിന്നെ പോലെ ഓമനയാരുണ്ടടി. ഫ്ലവേഴ്സിൽ നിന്നാണ് എപ്പോ വന്ന്? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കണേ. നിങ്ങള് എന്താ പറയാ ഞാൻ താമസിച്ചേ? അങ്ങനെ പറയല്ലേ, പിന്നെ ആശ്ചര്യം കാണിക്കണം, നമ്മളെ കണ്ടോടെ ഞെട്ടണം. പെങ്ങളെ
മനസ്സിലായി? ഇവൻ വന്നോ ഇവിടെ? കൊളവാക്കല്ലേ ഷൂട്ടിങ്. അതായത് നിങ്ങൾ ഞങ്ങളെ കണ്ട് ഞെട്ടണം. അയ്യോ ഫ്ലവേഴ്സിൽ നിന്ന് വന്നു, അയ്യോ അയ്യോ അങ്ങനെ ടിവിയിൽ കാണുമ്പോ എല്ലാരും അതിശയിക്കും. അങ്ങനെ വേണം വരാൻ. അങ്ങനെ വരാം. അല്ലാതെ ഇങ്ങനെ ഈ ചന്തയിൽ പോകാൻ പറഞ്ഞാൽ വരല്ലേ. ഞങ്ങൾക്ക് ഞെട്ടാലോ. ഞെട്ടണം. ഇങ്ങനെ ഫ്ലവേഴ്സിൽ നിന്ന് എപ്പോഴും ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. അയ്യോ ആശ്ചര്യത്തോടു കൂടെ പറയണമെന്ന്. അയ്യോ ഫ്ലവേഴ്സിൽ നിന്ന് വന്നു. ആശ്ചര്യത്തോടെ. ഓക്കെ റെഡിയാണല്ലോ. ഞാൻ ദിലീപാണ്. ഓക്കെ ആക്ഷൻ പേട്ടാ. ദൈവമേ ആക്ഷൻ. അയ്യോ ഫ്ലവേഴ്സിൽ നിന്ന് വന്നു. അയ്യോ നമ്മുടെ വീട്ടിൽ ഫ്ലവേഴ്സിൽ നിന്ന് വന്നു. ഞങ്ങളുടെ വീട്ടിൽ ഫ്ലവേഴ്സിൽ നിന്ന് വന്നു. അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ഫ്ലവേഴ്സിൽ നിന്ന് വന്നു. ഞങ്ങളുടെ വീട്ടിൽ ഫ്ലവേഴ്സിൽ നിന്ന് വന്നു. തറയിറങ്ങ് വന്നു. അത്രയും ആശ്ചര്യം വേണ്ട. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊരു ആശ്ചര്യം ഇടാൻ പറ്റൂ. ഇത് ഓവറായി. തങ്കമ്മക്ക് ഇപ്പൊ തന്നെ 50 ലക്ഷം കിട്ടിയ പാടായത്. മതിയാടാ ആശ്ചര്യം. മതിയാവും. മതിയല്ലേ? അത് ആശ്ചര്യം മതിയല്ലോ, അതുണ്ടല്ലോ ആവശ്യത്തിന്. അപ്പൊ നമ്മള് അതായത് ഉത്തമയെ വീട്ടമ്മയെ കണ്ടെത്താനുള്ള പരിപാടിയാണ്. കണ്ടോ? അപ്പൊ എല്ലാവരും സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ചുമ്മാ ഷോയ്ക്ക് വന്നതല്ലേ? ഉത്തമയ്ക്ക് കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുക. ഉത്തമ എന്ന് പറഞ്ഞാൽ ഗുഡ്, നല്ല നല്ല വീട്ടമ്മയ്ക്ക്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ദിവസത്തെ ഒരു വീട്ടമ്മയുടെ ദിനചര്യയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് രാവിലെ ചെയ്യുന്നത്? രാവിലെ ഞാൻ ഏർലി മോർണിംഗ് 5 o'clock സ്ലീപ്പ് നിന്ന് ഉണർന്നിട്ട് ഞാൻ എഴുന്നേറ്റ് കുളിക്കും. ക്യാമറ സെറ്റ് ചെയ്യാം. എന്റെ ഭാര്യയുടെ കുളിസീൻ എടുക്കാനാണോ വന്നേ? ഞാൻ കുളിച്ചിട്ട് തലയിലെ തുളസി കതിർ ചൂടും. അത് മസ്റ്റാണ് എനിക്ക്. അപ്പം എന്നിട്ട് പിന്നെ അത് കാണിക്കണം. അത് നമ്മൾ ഷൂട്ട് ചെയ്യാം. നിങ്ങൾ കാണിക്കണം, പറയരുത്. മനസ്സിലായില്ലേ? ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ? ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ രാവിലെ വന്നിട്ട് രാവിലെ എഴുന്നേറ്റു 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ തുളസി കതിർ ചൂടി നേരെ വന്നിട്ട് ഒരു മ്യൂസിക് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കറങ്ങി പിടി. കറങ്ങ് കറങ്ങ്. എന്താ കീഴി വന്നിട്ട് ഇങ്ങോട്ട് എന്റെ സ്റ്റെപ്പ് പോലും തെറ്റിയോ? കറക്റ്റാണ്. എന്റെ ഒരു സ്റ്റെപ്പ് തെറ്റി. സോറി കേട്ടോ. ഇതുപോലുള്ളതിനാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എടാ നമ്മളൊരു 10 തേങ്ങ മേടിക്കുമ്പോൾ ഒരെണ്ണം പേഡ് കാണുമല്ലോ. അല്ല തേങ്ങയുടെ കാര്യമല്ല, നമ്മൾ സെലക്ട് ചെയ്ത ഒരു പേഡാണിത്. അപ്പൊ എന്തായാലും പ്രൊഫൈൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അയ്യോ എന്റെ പ്രൊഫൈൽ ഷൂട്ട് ചെയ്തോ? പറ്റില്ല, പ്രൊഫൈൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല ഏട്ടാ, എന്റെ പ്രൊഫൈൽ ഷൂട്ട് ചെയ്തെന്ന്. അയ്യോ എനിക്ക് വയ്യ. ഇത്രയും നല്ല പാവാട ബ്ലൗസ് ഇട്ടിട്ട് നീ പ്രൊഫൈൽ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ. കാണിക്കുമ്പോ ആദ്യം ചേച്ചിയുടെ എൻട്രി കാണിക്കുമല്ലോ. അയ്യോ എന്റെ എൻട്രി കാണിച്ചു. എനിക്ക് വയ്യ, എനിക്ക് ചേട്ടാ ചോദിക്കുക. എന്റെ എൻട്രി കാണിച്ചിരിക്കുന്നു. ജനങ്ങൾ മുഴുവൻ കാണത്തില്ല ഈ എൻട്രിയും പ്രൊഫൈലും ഒക്കെ. നല്ല റേറ്റിംഗ് കിട്ടും. എന്നെ റേറ്റിംഗ് കിട്ടാൻ എന്റെ ഭാര്യയുടെ പ്രൊഫൈൽ വേണം കാണിക്കാൻ. എനിക്ക് വയ്യ. എന്റെ എൻട്രി കാണിച്ചു, എന്റെ പ്രൊഫൈലും കാണിച്ചു. ചേട്ടാ ഈ എൻട്രി എന്ന് പറഞ്ഞാലേ അതായത് ഈ ചേച്ചിയെ കാണിക്കുവേ തങ്കമ്മ 40 വയസ്സ് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ സൈഡിൽ നമ്മൾ TV കാണിക്കുന്ന ആ സംഭവം. മോളെ നിന്നെ കാണിക്കുന്നില്ല തങ്കമ്മ. അതാണ് കൊച്ചങ്ങ് പേടിച്ചു പോയി. അതായത് ഈ ഡാൻസ് ശരിയാവില്ല. അതായത് മലയാളി വീട്ടമ്മ എന്ന് പറയുമ്പോൾ തിരുവാതിര കളിക്കണം. തിരുവാതിര എന്നാൽ മാത്രം നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. ഈ തനിമാസത്തിലാ തിരുവാതിര കളിക്കണേ. തിരുവാതിരക്കൊക്കെ ഓരോന്നിനും ഓരോ നേരം കാലമുണ്ട്. എനിക്കപ്പോ തിരുവാതിര കളിക്കാൻ പറ്റില്ല. 6 നമ്പരല്ല, മഞ്ജു വാര്യറാണ്. ഞാനേ പ്രിയാരാമനല്ല. ഇത് ഒരു തിരുവാതിര കളിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണിക്കാൻ പറ്റും. ഒരു തിരുവാതിര 2 സ്റ്റെപ്പ്. എന്റെ മാഷ് തിരുവാതിരക്കൊക്കെ ഓരോ സമയമുണ്ട്, ഓരോന്നിനും ഒരു കാലമുണ്ട്. ധനുമാസത്തിൽ തിരുവാതിര പറ്റില്ല, കുംഭമാസത്തിൽ ചാക്യാർകൂത്ത്, ധനുമാസത്തിൽ ഓട്ടംതുള്ളൽ, അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. കന്നിമാസത്തിൽ വരാത്ത ഭാഗ്യം. അതെ പ്രൊഫൈലിന് വേണ്ടിട്ട് ഒരു കാര്യം ചോദിക്കണം. ചേച്ചിയുടെ നാളെന്താണ്? എന്റെ നാളെ ആയില്യം. ഇത്രയും വയസ്സായിട്ട് നാളെ ആയില്ലേ? ആയില്യം. അതാണ്. അത് പോട്ടെ. ഇനിയിപ്പോ നമുക്ക് എന്തായാലും കലാപരം വേണ്ട, കായികപരമായിട്ട് ചേച്ചിയുടെ കഴിവ്. ഹൈ ജമ്പ് ഉണ്ടല്ലേ? അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഷൂട്ട് ചെയ്യണം. ഹൈ ജമ്പ് ഹൈ ജമ്പിനെ പറ്റി പറ. ഹൈ ജമ്പ് എന്ന് പറഞ്ഞാൽ വേണമെന്നല്ല, അളിയൻ വിളിച്ചപ്പോ ഒരു 6 അടിയുള്ള വേലി ഒറ്റ കുതിപ്പിനാ ചാടിയത്. പണ്ട് ഹൈ ജമ്പ് ആയിരുന്നു, ഇപ്പൊ ലോങ് ജമ്പാ. മതി എന്നെ പുകഴ്ത്തിയത്. ഇവിടെ അടുക്കളയിൽ നിന്ന് എന്തോ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്തോ എന്ന് പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുക്കളയിൽ നമ്മളൊരു ചാട്ടം ചാടിയിട്ട് എന്റെ നെഞ്ചു നോക്കി ഒറ്റ ചവിട്ട് മിച്ചത്തിൽ നിന്ന് ഞാൻ അപ്പൊ തന്നെ താഴെ കിടന്നു. പിന്നെ അമ്പെയ്ത്ത് മത്സരം, അർജുന അല്ലേ, കിട്ടിയില്ല. പിന്നെ നകുലൻ അവാർഡ് കിട്ടി.
നകുലനാ? അമ്പ് താഴെ തന്നെ വീണു. അതുകൊണ്ട് അർജുന അവാർഡ് കൊടുക്കത്തില്ല, ഇപ്രാവശ്യം നകുലൻ അവാർഡ് കൊടുക്കും. അർജുനന്റെ അനിയനാ. അപ്പൊ അത് പോയിട്ട് അത് നടക്കത്തില്ല. അപ്പൊ നമ്മൾ കായികം വിടാം. സംഗീതം പിടിക്കാം. അതെ, പാട്ട് പാടുവോ? അതായത് നമ്മൾ പ്രൊഫൈൽ കാണിക്കണം, ആൾക്കാർ റേറ്റിംഗ് വേണമല്ലോ. ഭയങ്കര ഇമ്പോർട്ടന്റ്. സംഗീതം പഠിച്ചിട്ടുണ്ട് 6 വർഷം. അപ്പൊ ഒരു പാട്ട് പാടാം. പാടട്ടെ? അറിയാതെ പാടത്തെ ചേട്ടാ. അറിയാതെ പാടണ്ട, അറിഞ്ഞോണ്ട് പാട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ചാനലിൽ കൂടെ കാണുന്നല്ലോ. മോൾ അറിഞ്ഞോണ്ട് പാടിക്കൂ. അതല്ല, അറിയാതെ എന്നുള്ള പാട്ട്. അറിയാതെ എന്നുള്ള ഇവിടെ മാസ്റ്റർ പീസ്. പാടാട്ടോ. നമസ്കാരം. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കൾ അറിയാതെ ആടാ ഫ്ലൂട്ട് വെച്ചാ. അളിയനാ, ആടാ ഫ്ലൂട്ട് വെച്ചാ. അളിയനാ. നല്ല ഫ്ലൂട്ടാ. പാട്, ബാക്കി പാട്. ഛെ, പാട്ട്. അളിയാൻ വാ അളിയാൻ വാ ഈ പവിഴവാ എന്തിന്? അളിയ. മതി മതി മതി, ഇവിടെ നിന്ന് അളിയിക്കാറ്. ഈ പാട്ടൊന്നും ശരിയാവില്ല. നിങ്ങൾ കഴിവുകൾ കാണിക്കണം. കഴിവുകളല്ലേ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ ചെയ്യുന്ന വീട്ടു ജോലികളിൽ അത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഞാൻ രാവിലെ ഏർലി മോർണിംഗ് 5 മണിക്ക് എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ തലയിൽ ഒരു തുളസിക്കത്തിലൊക്കെ ചൂടും. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് ചെല്ലും, ചായ കുടിക്കും. ചായ ഇടുന്ന പറയും. ചായ ഇടുന്നു. ചായ ഞാൻ ഉണ്ടാക്കില്ല. ചായ ഞാൻ ഉണ്ടാക്കില്ല. എനിക്കിഷ്ടമല്ല ചായ ഉണ്ടാക്കില്ല. പിന്നെ ആരാ ഉണ്ടാ- ചായ ഉണ്ടാക്കണ ഇങ്ങനെ ഞാനാ ചായ ഉണ്ടാക്കുന്നത്. ഫ്ലവേഴ്സ് ടിവിക്കാർക്ക് ചായ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അല്ല, എനിക്കറിയാം. അല്ല, ചായ ഉണ്ടാക്കാൻ അറിയാൻ ചായ ഉണ്ടാക്കുന്ന പറഞ്ഞു കൊടുക്കും ചേട്ടാ. നിസ്സാര സംഭവമല്ലേ. അല്ല, അത് നമ്മൾ രാവിലെ കിച്ചണിലോട്ട് ചെല്ലുക, ഒരു സ്റ്റീലിൻ ചരിയിൽ എടുത്ത് ഗ്യാസിന്റെ പൊക്കത്തോട്ട് വെക്കുക, ഗ്യാസിൽ തീ കണക്ഷൻ കൊടുക്കുക, എന്നിട്ട് ഇച്ചിരി പാൽ ഒഴിക്കുക, പാലിന്റെ കൂടെ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം ഒഴിക്കുമോ ചായക്ക്? പിന്നെ ചായക്ക് വെള്ളം ഒഴിക്കും. എനിക്ക് അറിയില്ലായിരുന്നു അത്. വെള്ളം ഒഴിക്കും. അയ്യോ, വെള്ളം ഒഴിക്കും ചായക്ക്. അയ്യോ, ആള് കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവും കൂടും. ആണോ? വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളച്ച് വരുമ്പോൾ തേയില ഇടും, എടുത്തു വരുമ്പോ ചായയായി. ഒരു കാര്യം ചെയ്യാം, ചോറ് വയ്ക്കാം. ചോറ് വയ്ക്കുന്ന ഒന്ന്. ചോറ് വയ്ക്കുന്ന കാണിച്ചു കൊടുക്കും. ചോറ് വെക്കുന്നത് നിങ്ങൾക്ക് ചോറ് വയ്ക്കുന്ന അറിഞ്ഞുകൂടാ? നമ്മക്കറിയാം, അതുകൊണ്ടല്ല. അത് ചാനലിൽ കാണാം. ചോറ് വെച്ച് വാർക്കുന്നവരെ ഞാനാ. ചോറ് വാർത്തപ്പോ ഒരു ചോറ് കഞ്ഞിവെള്ളത്തിനകത്ത് വീണെന്നും പറഞ്ഞ് എന്നെ തവിക്ക് അടിച്ചതാ ഇവള്. എല്ലാം വിളിച്ചു പറയാം. ഇത് നിങ്ങളിതൊന്നും ചെയ്യത്തില്ല. ഞാൻ ചെയ്യില്ല. എല്ലാം ഏട്ടനാ ചെയ്യണേ. തന്നല്ലേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് തുണി കഴിപ്പിക്കാം. തുണി അലക്കുന്നത്. വാഷിംഗ് മെഷീൻ ആണല്ലോ, ഞാനല്ലല്ലോ. വാഷിംഗ് മെഷീൻ ഉണ്ടോ? പിന്നെ ഏതാ കമ്പനി? സദാശിവൻ. അതിന്നൊരു കമ്പനി ഉണ്ടോ? ഞാൻ ഈ അളിയനാണോ ഞാനാ തുണി അരയ്ക്കുന്നേ. തുണി അലക്കുന്ന ഇയാളാണ്. ഫ്ലേവേഴ്സുകാർക്ക് തുണി അരയ്ക്കാൻ അറിയത്തില്ല. നമ്മക്ക് തുണി അലക്കി അറിയത് കാണിക്കണ്ട. ഈ ചേച്ചി ചെയ്തതായിട്ട് കാണിച്ചാലേ ഈ ചേട്ടന്റെ കൈ മാത്രം എടുക്കുക, കൈ മാത്രം എടുത്തിട്ട് എന്റെ മുഖം വെച്ച് കാണിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു ബക്കറ്റ് എത്തിച്ച് വെള്ളം ഒഴിക്കുക, ഇച്ചിരി സോപ്പൊടി ഒഴിക്കുക, എന്നിട്ട് തുണി അതിനകത്ത് മുക്കി വെക്കുക. വിലപിടിപ്പുള്ള തുണിയാണ് സൂക്ഷിക്കാൻ ഒരുപാട് നേരം വെള്ളത്തിൽ മുക്കി വെക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ മണമെന്ന് പറഞ്ഞ് കുത്തിപ്പിടിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ തുണിതരാ. ഒരു സൗഹൃദ സംഭാഷണം. ചേട്ടൻ എങ്ങനെയാണ് ചേച്ചിയെ കല്യാണം കഴിച്ചത്? എന്റെ പൊന്നുമനെ അതൊക്കെ വലിയൊരു കഥയാണ്. കല്യാണം കഴിച്ച ചോദിച്ചാൽ ഞാൻ ഇവളുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലായിരുന്നല്ലോ. ഞാൻ ഇഷ്ടത്തിലായിട്ട് ഒരു ദിവസം ഇവിടെ രാത്രി ഇവിടെ വീട്ടിലോട്ട് ഞാൻ പയ്യെ നമ്മുടെ ഇടവഴി അങ്ങ് കയറി പോവായിരുന്നു. ആ ഇടവഴി കയറിപ്പോയി കറങ്ങി തിരിഞ്ഞിങ്ങനെ പോകുമ്പോണ്ട് ദേ അളിയൻ അവിടെ വയ്ക്കുന്നു. ആ അളിയനെ കറക്കി വട്ടം തിരിച്ച് ഞാൻ തിരിഞ്ഞ് കറങ്ങി മടങ്ങി അവിടെ ചെല്ലുമ്പോൾ നിൽക്കുന്നു. ഇവിടെ അച്ഛൻ നിൽക്കുന്നു. അവസാനം എന്തായി? ഞാൻ കുടുങ്ങി. കുടുങ്ങിയ അന്ന് കുടുങ്ങിയതല്ലേ. പറയൂ. അതായത് നിങ്ങളിപ്പോ വേറെ ഒരു ജോലിയും ചെയ്യില്ല. ഇല്ല, ഞാൻ ജോലി ചെയ്യില്ല. നമ്മൾ ചക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചക്കയുണ്ട്. വെറൈറ്റി ചക്കയെന്ന് പറഞ്ഞ പെങ്ങൾക്ക് ഭയങ്കര ജീവനാ. പക്ഷെ പറയാതെ ഞാൻ ഇത് ഓട്സാ കഴിക്കുന്നത്. ചക്ക കഴിക്കാമല്ലോ. ചക്ക എനിക്ക് ഇഷ്ടമല്ല. കണ്ടില്ലേ? ചക്ക ഇപ്പൊ വെട്ടുവാണെ അത് നമ്മൾ ചക്ക വെട്ടിപ്പൊളിക്കുന്നതാണ്. അത് ആങ്ങളേക്ക് വന്നേ ഈ ചക്കയുടെ പേരൊന്നും പറയില്ല. ഞാൻ ചക്ക കഴിക്കുന്ന കേസൊന്നും പറയരുത്. അത് ദോഷമാണ് അത് കേട്ടോ. ഞാൻ ഓട്സ് ഹോർലിക്സ് ഒക്കെ കഴിക്കുന്നു. ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ചക്കക്കുരി ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ എന്നായെന്നറിയോ? ഈ ചക്കക്കുരു എടുത്ത് തുണിക്കകത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് മണ്ണിന്റെ അടി കുടിച്ചിടും. എന്നിട്ട് സീസൺ ആയിട്ട് ചക്കക്കുരു പിന്നെയും തിന്നാൻ വേണ്ടിയിട്ട്. പറയാതൊന്നും ഞാൻ ചക്ക കഴിക്കാറില്ല. നിങ്ങൾ ചക്കയുടെ കേസ് പറയൂ. ഈ ചക്ക വെട്ടിപ്പൊളിക്കണം. അതായത് ഒരു കുടുംബിനി, അതായത് മലയാളി വീട്ടമ്മ എന്ന് പറഞ്ഞ ചക്ക വെട്ടിപ്പൊളിക്കണം. അതാണ് നമ്മുടെ ആയിക്കോട്ടെ, അത് ഞാൻ വെട്ടണു. എനിക്കറിയില്ല. ഞാൻ ഒരുക്കി കൊടുക്കും. അളിയനല്ല, ഇത് വീട്ടമ്മേടെ അല്ലല്ല, അവള് ചെയ്യത്തില്ല. അവള് ഒരു വക ചെയ്യത്തില്ല. അളിയൻ ചെയ്യും, ഞാൻ സഹായിച്ചും കൊടുക്കും. വെട്ട് ചക്ക വെട്ട്. കണ്ടോ? ഇങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ പെങ്ങള് അതല്ലേ? ഇങ്ങനെ എടുത്ത് പെങ്ങളെ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഇങ്ങനെ വിട്ടെടുക്കും. അവ ചേച്ചിയല്ല. അങ്ങനെ ഒരു പരുവത്തിന് കളിച്ചു ചോദിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, തൂക്കണവിടെ ആ എടുത്തിട്ട് മുറ്റം അടിക്കുന്നത് എന്തായാലും ചേച്ചി ആയിരിക്കും. ആ മുറ്റം അടിക്കുന്നത് ഞാൻ രാവിലെ 5:30 ഒരു കാര്യം, ഒന്ന് കാണിക്കാമേ. ചൂലെടുക്ക ഇവിടെ വെക്ക. ഞാൻ 5:30 മണിക്ക് ഷൂട്ട് ചെയ്തോളൂ. ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റ് വരും. കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണ്ടിട്ട് നേരെ ഉമ്മറത്ത് വന്ന് ചൂലെടുക്കും. ചൂലെടുത്ത് നേരെ മുറ്റത്തേക്ക് വരും. എന്നിട്ട് സദാശിവ ഇങ്ങ് വരൂ, അടിക്കും മുറ്റം അടിക്കും എന്ന് ഞാൻ പറയുമ്പോ പട്ടി വന്ന പോലെ വന്ന് ഇത് ചെയ്തോളൂ കേട്ടോ. എല്ലാ ജോലിയും ചെയ്യും ഈ മനുഷ്യൻ. അങ്ങനെ നല്ല ഒരാളാ. ഷൂട്ട് ചെയ്തോളല്ലേ? പ്രൊഫൈലും പ്രമോയും എല്ലാം ആയി. നമുക്ക് ആ ഗിഫ്റ്റ് കൊടുത്തിട്ട് അങ്ങ് പോവാം. അതെ, നമ്മുടെ പ്രൊഫൈലും എല്ലാം ആയി കഴിഞ്ഞു കേട്ടോ. നമ്മൾ പ്രൊമോ ആയി. ഇനി ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ ഷൂട്ടിൽ പങ്കെടുത്തതിന് ഷൂട്ടിൽ പങ്കെടുത്തതിന് ഗിഫ്റ്റ്. താങ്ക് യു.
അയ്യോ ഇത് നല്ല സാരിയും ബ്ലൗസും ഒക്കെ നല്ല സാരി ബ്ലൗസ് ആണ്. ഇത് എടുത്തോണ്ടാണ് ഞാൻ ഷൂട്ടിന് വരണ്ടേ? നിങ്ങളല്ല കൊടുക്കാനുള്ളത്. ആ. ഈ സാരിയും ബ്ലൗസും ഇദ്ദേഹത്തിന് കൊടുക്കണം. ഇയാളെ മീശയും താടിയും ഷേവ് ചെയ്ത് ഫീമെയിൽ വിഗും വെച്ച് നേരെ ഷൂട്ടിന് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെ ശരിയാകും? അല്ല, ഈ പരിപാടിയുടെ പേര് വീട്ടമ്മ എന്നാണ്. നിങ്ങളാണ് ഈ പരിപാടി മത്സരിക്കാൻ വരണമെങ്കിൽ പരിപാടിയുടെ പേര് മാറ്റേണ്ടി വരും. എന്ത്? വീട്ടച്ഛൻ. നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫുക്രി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നെത്തിയിരിക്കുന്നത് ഒരു കൂട്ടം അതിഥികളാണ്. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം പ്രയാഗ മാർട്ടിൻ, ഭഗത് മാനുവൽ, നിർമ്മൽ പാലാഴി ആൻഡ് ശാലിനി. മറന്നു തെന്നിപ്പറന്ന പൊന്നിൻ കിണക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിൻ തറച്ചതല്ലേ വെറുതെ ഓരം തുള്ളും മനസ്സേ പാവം നീയും വടിയിൽ ചെക്കയുണരും പാലു വിറയും പക്ഷി പറയും ഭൂമിയിനി കുടികൊടുക്കുമെന്നൊരു പാലു വിറയും പക്ഷി പറയും ഭൂമിയിനി അത് മുടികൊടുക്കുമെന്നൊരു വരം നടന്നു കൊടുന്ന നമ്മുടെ ഫുക്രി ടീമാണ് എത്തിയിരിക്കുന്നത്. ഹലോ, ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന ഒരു ബ്യൂട്ടി ക്വീൻ ആണിത്. ഹായ്. ഹലോ ഹലോ, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വ്യക്തി ആരാണെന്ന് പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല. ഇവിടെ ഫുക്രീനിൽ അഭിനയിക്കുന്നതിൻ്റെ ആ ഒരു മിനിറ്റ് മുന്നേ വരെ ഇവിടെ നമ്മുടെ സ്റ്റേജിൽ പെർഫോം ചെയ്ത ആർട്ടിസ്റ്റാണ് നിർമ്മലേട്ടൻ. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്, അത് ഗസ്റ്റായിട്ടാണ്. എന്താ തോന്നണേ? ഞാൻ ഇവിടെ നിൽക്കാട്ടോ. എന്ത് തോന്നാനാ, ഒരുപാട് സന്തോഷം. പ്രതീക്ഷയില്ല ഒരിക്കലും. ഇവിടെ സാധാരണ ഗസ്റ്റ് അവിടെ ഇരിക്കുമ്പോൾ മുന്നിൽ നിന്ന് അവരെ ചിരിപ്പിക്കാൻ സ്കിറ്റുകൾ ചെയ്യാറാണ്. ഇപ്പം ഗസ്റ്റ് എന്ന പേരിൽ എത്തിപ്പെടാൻ പറ്റിയാലും ഒരിക്കലും വിചാരിച്ചല്ല. സർവേശ്വരനുണ്ട്. അടുത്ത ആള് ഭഗത് മാനുവൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഫുക്രിയുടെ എക്സ്പീരിയൻസ്? ഒരു രക്ഷയില്ലായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. വേറെ ഒന്നുകൊണ്ടല്ല, ഇവര് ശരിക്കും ഒരു ഫുക്രി കുടുംബം ആയിരുന്നു. ശരിക്കും ഫുക്രി കുടുംബത്തിലെ ഒരു അംഗമായിട്ടായിരുന്നു ഞങ്ങളവിടെ ജീവിച്ചത്, അല്ലേ? എല്ലാവരും, ഫുക്രി പാപ്പയും പിന്നെ ഞങ്ങളുടെ ഈ ടീമും ജയേട്ടനും എല്ലാവരും കൂടി ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അടുത്ത ആള് ശാലിനി. ശാലിനി ഡോക്ടർ ആണല്ലേ? ഇല്ല, ഞാൻ മെഡിസിൻ പഠിച്ചോണ്ടിരിക്കും. ഡോക്ടർ ആയിട്ടില്ല. എപ്പോ കിട്ടും ഡോക്ടർ പട്ടം? കുറച്ച് വൈകും. അതൊന്ന് വൈകാനൊരു, ഞാനിപ്പോ സൈക്കോളജി ചെയ്യാണ്. തൽക്കാലം ബ്രേക്ക് എടുത്തിട്ടാണ് സൈക്കോളജി ചെയ്യുന്നത്. തൽക്കാലം ബ്രേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് പിന്നീട് കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഇതിൽ സന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഫുക്രിയില്. ആക്ച്വലി സ്പീക്കിംഗ് ഫുൾ ത്രൂ ഒരുമിച്ചാണ് ഞങ്ങള്. എനിക്ക് തോന്നുന്നു ഞാനുള്ള എല്ലാ സീനിലും ഞാൻ പ്രയാഗയുടെ കൂടെ തന്നെയാണ്. അത് മാത്രമല്ല ഭാസ്കർ ദി റാസ്കലിനും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതെല്ലാം വില്ലത്തിയായിട്ടായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പൊ ഇത് സിദ്ദിഖ് സാറിന്റെ കൂടെ രണ്ടാമത്തെ മൂവിയാണ്. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടാണ്. അതിന് ഈ അടുത്തൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ബെസ്റ്റ് നെഗറ്റീവ് റോൾ ഫീമെയിൽ അവാർഡ്. പിന്നെ പറയണ്ടല്ലോ, ഇനി ഇവിടെ നിൽക്കുന്നത് പ്രയാഗ റോസ് മാർട്ടിൻ, റോസാപ്പൂ പോലെ സുന്ദരിയാണ്. ഇവിടെ കുറേ തവണ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഭാഗമായിട്ടുള്ള എല്ലാ സിനിമകളുടെ പ്രൊമോഷൻസിനായിട്ട് എനിക്ക് ഈ സ്റ്റേജിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷകരിലേക്ക് നമ്മൾ ഭാഗമാവുന്ന ഒരു ചിത്രം കുറച്ചും കൂടെ നമ്മൾക്ക് കഴിയുന്ന പോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അപ്പം വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കോമഡി സൂപ്പർ നൈറ്റ്സിൻ്റെ സ്റ്റേജിൽ വീണ്ടും വരാൻ സാധിച്ചത്. ഈ രണ്ട് തരുണിമണികളെ ഭയങ്കര കൂളായിട്ട് ഭയങ്കര വാചാലരായിട്ട് ഇരിക്കുമ്പോ രണ്ട് പുരുഷന്മാരെ ശ്രദ്ധിച്ചോ? ഒരാൾ മസിൽ പിടിച്ച് നിൽക്കുന്നു, ഒരാൾ മസിൽ പിടിച്ച് നിൽക്കാണ്, മറ്റാള് ലേബർ റൂമിന്റെ പുറത്ത് ഇങ്ങനെ ഇല്ലില്ല, ഇതൊക്കെ ഇങ്ങനെയായിരിക്കും. ഞങ്ങളും ആദ്യമൊക്കെ പരിചയപ്പെട്ടപ്പോ ബാധേട്ടനും നിർമ്മലേട്ടനും ഒക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ തമാശയ്ക്ക് ഒരു കുറവില്ല. ഹാപ്പിനെസ്, ജോളി, ഭയങ്കര പോസിറ്റീവ്. നല്ല നല്ല പ്രേതകഥകളൊക്കെ പറഞ്ഞു ഭഗതേട്ടൻ. അങ്ങനെയാണെങ്കിൽ എന്തായാലും നമുക്ക് നിർമ്മലേട്ടന്റെ മിമിക്രിന്ന് തന്നെ പൊടിപൂരം തുടങ്ങിയാലോ? ആദ്യമാരാണ് സിദ്ദിഖ് സാർ. ആയിക്കോട്ടെ. മനസ്സിലാക്കുന്നു ജാനകി,
തന്റെ ലൈഫിലെ ആദ്യത്തെ ഒബ്സഷൻ കാർത്തികേയൻ. താൻ വയസ്സറിയിച്ച കാലം തൊട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഡിപ്രഷൻ. തന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു തമിഴ് വില്ലേജ് താമസിപ്പിച്ചു. എന്നിട്ട് ആരും പറയാൻ നിന്റെ തന്ന പോയത് കോംപ്രമൈസ് ചെയ്തു. നിന്റെ ഭർത്താവ് ഉദ്യോഗം കാത്തുക്കുന്ന ഒരു കിഴകനല്ല ഞാൻ. മൈൻഡ് ഇറ്റ്, ഐ എം എ പോലീസ് ഓഫീസർ. മണിയമ്പിള്ള രാജുചേട്ടൻ്റെ ശബ്ദം ചെയ്യാം. ലാസറ് പാലയെന്ന് കാപ്പി കുടിക്കണം, ഭാര്യയെന്ന് കാണണം. നിന്റെ പൊട്ടനും ചാന്തനും കൺമിഷിക്കുന്നവരെ എന്റെ കാശില്ലാതെ വീട് വിട്ടിറങ്ങി ദുഷ്ട വന്തി ചേച്ചി. എന്റെ കൊച്ച് എന്റെ സ്വന്തം ചേരാ ചോര, എനിക്കതിനെ വേണം. സലീം കുമാർ ചേട്ടൻ്റെ ശബ്ദം ചെയ്യാം. വയനാട്ടിലെ കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകർക്ക് വേണ്ടി ഞാൻ തന്നെ ആലപിച്ച കവിത ഒരിക്കൽ കൂടി ഒന്ന് വീതിയിൽ ആലപിക്കുന്നു. സഹ്യമലക്കപ്പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്ത് മലയാളി വളർത്തുന്ന റഫറുണ്ട്, കൊച്ചു മലയാളി വളർത്തുന്ന റഫറുണ്ട്. ആ സഹ്യമലക്കപ്പുറത്ത് കോടമഞ്ഞിൻ പട്ടുടുത്ത് മലയാളി വളർത്തുന്ന മലയാളി വളർത്തുന്ന റഫറുണ്ട്. ലാലേട്ടനെ നമ്മൾ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ ലാലേട്ടനോട് എന്ത് ചോദിച്ചാലും കറക്റ്റായിട്ടൊരു മറുപടി പറയില്ല. ഇല്ല. എന്തെങ്കിലും ലാലേട്ടനോട് ചോദിച്ചാൽ ലാലേട്ടന് നമ്മുടെ ഈ സിനിമയെ കുറിച്ച് ലാലേട്ടനെ ശരിക്കും ഈ ക്യാരക്ടറിനെ കുറിച്ച് ലാലേട്ടൻ എന്താ പറയാനുള്ളത്? മോനെ, നമ്മൾ ക്യാരക്ടർ എന്ന് പറയുമ്പം കൂടുതലായിട്ട് നമ്മളതേക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അങ്ങനെയാണ്. എന്ത് ചോദിച്ചാലും ഇങ്ങനെ. അതായത് ലാലേട്ടൻ്റെ 6-ാം തമ്പുരാൻ എന്ന സിനിമയിലെ എൻട്രി സീൻ ഒന്ന് അവതരിപ്പിക്കാം. സായ് കുമാർ മോഹൻലാൽ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ജെയിംസ് ജഗൻ എവിടെ? എടോ പന്ന എബി മാത്യു പടപിടിച്ചു. അവനാ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷന് മറച്ചു വയ്ക്കാൻ പോകുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ജഗനെ വേണം. ശംഭു മഹാദേവ. ജഗൻ നീ എവിടാണ്? എടാ ഞാന് നമ്മുടെ എറിക് ജോണില്ലേ, അവിടെ ഇന്നലെ മണാലിയിൽ നിന്ന് ഒന്ന് ചാടി ഒരു കെട്ട് നല്ല മരം സരസ്വമായിട്ട്. ഓൺ ദ വേ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ഗസലേക്കാൻ പോവാ. കൃഷ്ണൻ മാധവ് പാടുന്നു, നീ വരുന്നോ? എടാ ഞാനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അതിന് ചരസാ പക്ഷേ കൂടെ വേണേ റങ്ങും കോളയോകാം ഒരു പിമ്പലത്തിന്. എടാ പന്ന എബി മാത്യു പടിപറ്റിച്ചു. അവന് കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷനെ മറച്ചു വയ്ക്കാൻ പോകുന്നല്ലേ. നീ അറിഞ്ഞോ? എല്ലാം അറിയുന്ന വഞ്ചകൻ. നീ ഒരു കുപ്പിയുടെ വാപട്ട് ചെടുതണങ്ങ് എണ്ണം വെച്ചോ. 4ാമത്തെ പെക്കിൽ ഐസ് ക്യൂബ്സ് വീഴുമ്പോഴേക്കും ഞാൻ എത്തിയിരിക്കും. ഇനി നീക്കാര് ഇത് ഞാൻ ചവിട്ടും. ശംഭു മഹാദേവ. ആ സിനിമയിൽ തന്നെ ഗണേഷ് കുമാറും നരേന്ദ്രപ്രസാദും നമ്മളൊരു സംഭവം ചെയ്യണം. അങ്ങനെ കഥകളൊക്കെ ആർക്കാ എന്താ പാടി നടക്കാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. എന്നാ പിന്നെ ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. കരിപ്പള്ളി പപ്പനാഭൻ എലിഫന്റ് ഡ്രൈവറെ പപ്പനാഭനെ കേശവൻകുട്ടിയെ നാന കുത്തിക്കൊന്നു. കാര്യമെല്ലാം അന്വേഷിച്ചപ്പോൾ കേശവൻകുട്ടി നിരപരാധിയാണെന്നും മുമ്പങ്ങോ ചെറിയ ഞങ്ങളുടെ ആനയുടെ കൊമ്പാണ് പപ്പനാഭൻ്റെ വയറ്റിൽ കയറി. ഞാൻ പറയല്ല, തെളിവും സാക്ഷിയും സഹിതം വിശദീകരിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാൻ എന്ത് പറയും? അല്ല എന്ത് പറയും? നിർത്താം. ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് അവസാനമായിട്ട് കൊച്ചിൻ ഹനീഫയുടെ 2 മൂവീസ്, പഴയകാല ദേവാസുരൻ എന്ന ചിത്രത്തിലെ ഒരു ബാംഗ്ലൂർകാരൻ്റെ വേഷമാണ് ഞാൻ പഴയ കൊച്ചിൻ ഹനീഫ. നെല്ലിപ്പോയിലെ തറവാട്ട് ചാത്തോട്ടമാടൊക്കെ പിടിച്ചു. നെല്ലിപ്പോയിലെ തറവാട്ടിൽ ആരെങ്കിലൊക്കെ താമസിക്കട്ടെ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പം കുട്ടപ്പഴ അങ്ങോട്ട് മാറി. ഇനിയിപ്പോൾ എത്ര വെച്ചാൽ എൻ്റെ പത്തായപ്പറ്റില്ല. ഇങ്ങനെ ബാനു നിൽക്ക്, ഇനി പറയാനുള്ളത് ബാനോട് കേൾക്കണം. വർഷങ്ങൾക്ക് ശേഷം പത്രം എന്ന ചിത്രത്തിലെ ഡേവിഡ് സഭാവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പിന്നീട് ഒരു മാറ്റം. അയ്യോ ശേഖർജി, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ സ്റ്റേറ്റ് പോലീസിന്റെ ഉള്ള സർട്ടിഫിക്കറ്റ് കുഞ്ഞത്തോടെ സ്ഥിതിയിലെ ചകളി ഏതിനും പറഞ്ഞിട്ട് നാളത്തെ അസംബ്ലിയിലേക്ക് ഇതിന്റെ പേരിൽ ഒച്ചപ്പാട് പേരുണ്ടായത്. ബാക്കിയുള്ള സകലമാന പത്രക്കാരെ കുറിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ സഹകരിക്കും. സത്യമായിട്ട് നിർമ്മലേട്ടാ, ഇനി മലയാള സിനിമ കാത്തിരിക്കുന്നത് നിർമ്മലേട്ടന്റെ ദിനങ്ങളാണ് തീർച്ചയായിട്ടും. ഇനി മൈക്ക് അടുത്ത ആൾക്ക്.
താങ്കളുടെ മിമിക്രി. ഞാന് സത്യമായിട്ട് എനിക്ക് മിമിക്രി ചെയ്യാൻ അറിയില്ല. എന്നാ ശരി, എന്നാ പാട്ടായിക്കോട്ടെ. ശരി, പാട്ട് പോലെ രണ്ടുപേരും പാട്ട്. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. ഇതം വേണ്ട. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. അടിപൊളി അടിപൊളി. ഇനി അടുത്ത ആള് മൈക്ക് വാങ്ങും. ശാലിനി ഏതാ പാടുക? ഇഷ്ടമുള്ള പാട്ട്. അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അറിഞ്ഞില്ല. മടക്കാൻ എങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇല്ലല്ലോ, അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. ഇങ്ങോട്ട് വാ. പ്രേഗ പാടണ്ട. പ്രേഗന്റെ മിമിക്രിയാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കൊതിച്ചിരിക്കുന്നത്. പ്രേഗ സാധാരണ ഇവിടെ എന്തൊക്കെയാ മിമിക്രി കാണിക്കാറുള്ളത്? അയ്യോ അത് വേണം, അത് വേണം. സാർ ഇപ്പൊ ഇത് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് ഞാൻ സീനിന് റെഡി ആയിട്ട് വരുമ്പോ ഉള്ള ഇതാണ്. അപ്പൊ സാർ എന്നെ കാണുന്നു. ശരി, അങ്ങനെയാണ്. ഓക്കെ, രാവിലെ മോർണിംഗ്. എന്ത് പറ്റി? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അച്ഛൻ എവിടെ? അച്ഛൻ അവിടെയാണ്. എവിടെ? കാരവാനിലാണ്. എവിടെ? ഓക്കെ. അമ്മ എവിടെ? അമ്മ അവിടെ റൂമിന്റെ. അയ്യോ, അച്ഛൻ എവിടെ? അമ്മ എവിടെ? അപ്പൊ കുട്ടി ഒറ്റയ്ക്ക് എങ്ങനെ? അയ്യോ വേണ്ട, അച്ഛനും അമ്മയുടെ വിളിച്ചിട്ട് അവരുടെ കൂടെ പോയിരിക്കും കേട്ടോ. ഓക്കെ. സീൻ പഠിച്ചോ? പഠിച്ചു സാർ. എത്ര വരെ പഠിച്ചു? എനിക്ക് മനസ്സിലായി, കണ്ടപ്പോ മനസ്സിലായി പഠിച്ചു എന്ന്. ആ ഡയലോഗൊക്കെ പഠിച്ചാട്ടാ. ലിപ്സ്റ്റിക് അത്ര വേണ്ട. സിദ്ദിഖ് സാറിന്റെ ശബ്ദം ഇപ്പൊ നമുക്ക് വേണ്ടി നിർമ്മലേട്ടൻ കറക്റ്റ് ആയിട്ട് കേൾപ്പിച്ചു തരും. അയ്യോ പിടിക്കും, മൈക്ക് പിടിക്കാൻ വേണ്ട, ഇനി കാണിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അതെ. ലൊക്കേഷനിലൊക്കെ സാറ് വന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും കയ്യിൽ നിന്ന് ഇടാൻ വേണ്ടി സാറേ ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കും. അപ്പോൾ ആള് ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ കേൾക്കുക. എന്താ പക്കത്ത് സാറേ, അതെ ഞാൻ ഇതിനകത്ത് അങ്ങനെ ഒന്ന് ചെയ്തോട്ടെ. അയാൾ അങ്ങനെ പറഞ്ഞ രസമുണ്ട്. ഞങ്ങള് അത് വേണ്ട, അത് വേണ്ട, അത് ശരിയാണ്. നിർമ്മലേട്ടന്റെ ക്യാരക്ടർ എന്താണ് ഇതില്? ഒരു മലബാറുകാരനായ കുഞ്ഞാപ്പ എന്ന കഥാപാത്രത്തിനെയാണ്. കുഞ്ഞാപ്പ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, രക്ഷയില്ല. ഭഗത്തേട്ടന്റെ ക്യാരക്ടർ? എന്റെ ക്യാരക്ടർ ഒരു ഫ്രാങ്ക്ലിൻ ആണ്. ഫ്രാങ്ക്ലിൻ ജയേട്ടന്റെ കൂടെ ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. ചെറുപ്പം തൊട്ടേ ഓർഫനേജിൽ ഒരുമിച്ച്. നല്ല പേരാട്ടോ, പെട്ടെന്ന് വിളിക്കാൻ പറ്റും, ഫ്രാങ്ക്ലിൻ. അതെ, വെപ്പോലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് വന്നാണ്. തരികട പരിപാടികളാണ് രണ്ടും ഉള്ളത്. അങ്ങനെ നല്ലൊരു ക്യാരക്ടർ. മനസ്സിലായിട്ടുണ്ട്. പട്ട കറക്കില്ല ആ പടം ഒരുത്തനും കൊണ്ട് ഇതൊന്നും കാണിക്കുന്നു. എന്ത് പ്രശ്നം? ഒരു ഒറ്റ സെക്കൻഡ്. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്റെ പൊന്നുമോളെ ഒരു പറ്റം ജനങ്ങൾ വെളിയിൽ വന്ന് ഭയങ്കര ബഹളം. എന്തിനാ? ആര് പ്രശ്നം ഉണ്ടാക്കുന്നു? ഈ ഫുക്രി സിനിമയുടെ പ്രൊമോഷൻ ആണ്. അപ്പൊ അതിലെ ഗസ്റ്റുകളാണെന്നാണ് എന്നോട് പറഞ്ഞത്. എന്റെ മുസ്തഫക ഫുക്രി ടീമിനെ ഞാൻ വിളിച്ചു, അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സമ്മതിച്ചത് ഇപ്പൊ 4 പേരല്ലേ ഉള്ളൂ. ബാക്കി ഒരു വണ്ടിക്ക് വരാനുള്ള ആള് പുറത്തുനിന്ന് ബഹളം വെക്കുന്ന. അയ്യോ, ഞാൻ ആരും വിളിച്ചിട്ടില്ല വേറെ. ഞാൻ വിളിച്ചവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ല, എന്ത് പറയാ, പിന്നെ ആരും പുറത്തുനിന്ന് ബഹളം ഉണ്ടാക്കുന്നത്?
അവരെന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവര് പറയുന്നത് ഇതിനകത്തോട്ട് കയറി വരണമെന്ന് പറഞ്ഞാണ് ബഹളം അവര്. ഓ എന്താ ഇത് അവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. അതിന്റെ ലീഡർ ഉണ്ടാവുമല്ലോ, ആ ടീം ലീഡറോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. ടീം ലീഡർ അവരുടെ മെയിൻ ആളോട് അതെ അതെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശരി, ഞാൻ സംസാരിക്കാം. അറിയില്ല, എന്തോ ഫുക്രിയിൽ അഭിനയിച്ച് വേറെ ആരൊക്കെയോ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ചേട്ടനാണോ? അറിയില്ലേ? നമസ്കാരം. അല്ല, ഒരു സെക്യൂരിറ്റി മുസ്തഫ ഒന്ന് വെളിയിൽ പറഞ്ഞു, അതിന്റെ ടീമിന്റെ മെയിൻ ആൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സെക്യൂരിറ്റി മുസ്തഫ വന്ന് അവിടെ പറഞ്ഞു ഈ ഫുക്രി ടീമിൽ അഭിനയിച്ച മെയിൻ ടീമിന്റെ മെയിൻ ആള് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. അതാണ് ഞാൻ വന്നത്. അപ്പൊ പിന്നെ ഇതാരാ? അത് ഞാൻ അതിന്റെ മെയിൻ ആളാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് എന്തെങ്ങനെ പറഞ്ഞു മനസ്സിലായി? അരെ ഇവിടുത്തെ സെക്യൂരിറ്റി മുസ്തഫ ഇല്ലേ, അതെ, ആ പുള്ളി വന്ന് വെളിയിൽ വന്ന് പറഞ്ഞു ഈ ഫുക്രി ടീമിൽ അഭിനയിച്ചതിന്റെ മെയിൻ ആള് അകത്തോട്ട് കയറി വരാൻ പറഞ്ഞു. അല്ല, അപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ മെയിൻ ലീഡർ ഈ താങ്കളാണ്. ഞാൻ ശ്യാം തറക്കുന്നപ്പോഴാ മനസ്സിലായില്ല. ഞാൻ ഫുക്രിയിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ്. എന്റെ ശ്യാമേട്ടാ അങ്ങനെ പറയും. ഫുക്രിയിൽ അഭിനയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇത്രയും വലിയ ജാടന്റെ ആവശ്യമില്ല. നമ്മള് കാര്യം പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ? പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ ടീം തന്നെ. ആ, നല്ല കാര്യം. നമ്മുടെ ടീം തന്നെ ഇവിടെ കേറിയിട്ട് നമ്മളെ ഫ്ലോറിൽ ബഹളം ഉണ്ടാക്കുന്നു. നല്ല കാര്യം. അല്ല അല്ല അങ്ങനല്ല. അല്ല, അവര് സിനിമയിൽ അഭിനയിച്ചവരാണല്ലോ, നമ്മളൊക്കെ കൂടെ അഭിനയിച്ചവരാണ്. അപ്പൊ അവരാണ് ഇങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞാൽ പിന്നെ അവരിങ്ങോട്ട് വിളിക്കും മുസ്തഫക്ക. പിന്നെ ഒരു ഐഡിയ ചെയ്യാം. അപ്പൊ സിദ്ദിഖ് സാറിന്റെ പടമില്ലേ, അതുകൊണ്ട് സിദ്ദിഖ് സാറിന്റെ സിനിമയിലെ ഒരു ഡയലോഗ് വെച്ച് ഞാൻ അവരെ വിളിച്ചാൽ ശരി. മറ്റേ കൊച്ചു സൂരജില്ലേ, അവ ഈ ഡയലോഗ് ഒരു പ്രാവശ്യം അടിച്ച് കൊളവാക്കിയതാണ്. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ കൊളവാക്കാൻ പറ്റുമെന്ന്. പണിയാ അതിന്റെ പണി എന്റെ അടുത്തുണ്ട്. കേറി വാടാ മക്കളെ, കേറി വാ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ, കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ സിനിമയാണ് ഫുക്രി എന്ന്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഫുക്രി വിശേഷങ്ങൾ? ആദ്യം കണ്ണേട്ടൻ പറ. കണ്ണേട്ടനാണ് ഇവിടെ എപ്പോഴും ഡാൻസ് കളിച്ച് തകർക്കണത്. വളരെ സന്തോഷം. ഈ പടത്തില് സാറ് ഇതുപോലെ ശ്രീകുമാർ ചേട്ടനാണ് വിളിച്ചത്. കണ്ണാടി വേഷമുണ്ട് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനിത് വേഷമുണ്ടെന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷിച്ചു ഞാൻ. അപ്പം മെയിൻ ആയിട്ടുള്ളൊരു വേഷമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഫുക്രി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ വേഷം പറഞ്ഞപ്പോഴും എൻ്റെ പേര് പുക്രി എന്നാ. മുക്രി അല്ല, മുക്രി. കഥാപാത്രത്തിന്റെ പേര് മുക്രി. ചെന്നപ്പോ ഞാൻ വിചാരിച്ചു പുക്രി ആയിരിക്കും. ഒരു നമ്പറിന് ഒരു കോടി നഷ്ടപ്പെടുന്നത് പോലെ ഒരു അക്ഷരത്തിൽ അങ്ങോട്ട് മാറിപ്പോയി. കുഴപ്പമില്ല കണ്ണേട്ടാ, തമാശ പറഞ്ഞ. പക്ഷെ അതിലൊരു വേഷം ചെയ്യാൻ വലിയ കാര്യമാണ്. തീർച്ചയായും. രാജേഷ് ചേട്ടൻ എന്തൊക്കെയാണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ തുടക്കത്തിലൂടെ പറഞ്ഞ പോലെ തന്നെ ഇത് സൂപ്പർ നൈറ്റിന്റെ കൂടെ ഒരു സിനിമയാണ്. കള്ളത്തൊണ്ടെന്നല്ല, എന്റെ ശബ്ദം ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു അനീസ കോമ്പയറിംഗ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇവിടെ നിന്നിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു. ശരിക്കും ഇത് തന്നെയാണ് അല്ലേ? ഇത് തന്നെയല്ലേ ശബ്ദം? ഇതാണെങ്കിലും ഒരു കൈയടി ഇത്രയല്ല. ഇതാണ് നമ്മുടെ ഓഡിയൻസ്. ഇത് തന്നെയാണ് നമ്മളൊക്കെ ഉള്ള. അല്ല, സ്റ്റേജ് അല്ലെന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? മുസ്തഫയുടെ അവസരം വരുന്നല്ലേ ഉള്ളൂ. മൈക്ക് കൈ കിട്ടുമ്പോൾ മാത്രമേ ഈ ഒരു വോയിസ് ചേഞ്ച് ആയിപ്പോ. അതിപ്പോ ഇങ്ങനെ കൂടെ നിന്നിട്ട് പാരപണിയാൻ ആർക്കാത്? ഈ സിനിമയിലും ഇതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഭഗത്ത്? ഈ സിനിമയിലും അങ്ങനെ തന്നെയാണല്ലേ? പരസ്പരമുള്ള ഭാര്യയും കാര്യങ്ങളുടെ വളരെ ഹിറ്റായിട്ട് പോകുന്ന ഒരു മൂവിയുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ സൂപ്പർ നൈറ്റിന്റെ ഡയറക്ടറും ഇതിലായതിനോടും മറ്റെല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കാം. അടുത്താണ് പറയണം. ഞാൻ എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി. സാറിനും ഈ ഷോയുടെ ഡയറക്ടർ മിഥിലാജിനും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് ജോഷി ചേട്ടാ ഇപ്പോഴും ഭയങ്കര ഹാങ് ഓവറിലാണല്ലോ അഭിനയിച്ചതിന്റെ. അത് വേറൊന്നുമല്ല, അതുകൊണ്ടല്ല പടം ഇങ്ങനെ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് വിളിച്ചു പറഞ്ഞ് ജോഷി നല്ലൊരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ. ഞാൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര് കണ്ടവർക്കറിയാം, പ്രൊഫസർ രാധേഷ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഭാര്യനെ സംശയമുള്ളൊരു ക്യാരക്ടറാണ്, ജീവിതത്തിലല്ല കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് കോമഡി സൂപ്പർ നൈറ്റിന്റെ സിനിമ തന്നെയാണ് ഫുക്രി. കാരണം ഞങ്ങൾ 10-12ഓളം ആർട്ടിസ്റ്റുകൾ ആ സിനിമയിൽ സാറ് ഞങ്ങൾക്ക് വേഷം തന്നിട്ടുണ്ട്. അത് കോമഡി സൂപ്പർ നൈറ്റിനും അതിൻ്റെ ഡയറക്ടർ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മിഥിലാജിനും അഭിമാനിക്കാവുന്നൊരു വക തന്നെയാണ്. ഇനി നമുക്ക് ശ്യാമേ നിന്റെ അനുഭവം എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ സിനിമയാണ്, അപ്പോൾ അത് ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സിദ്ദിഖ് സാറ് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സിദ്ദിഖ് സാറിനെ പോലെ ഒരു ഡയറക്ടർ പടത്തിലേക്ക് അല്ല, അതിപ്പോ ഇവിടെ വന്നാലും ടെൻഷൻ ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ കൂടെ പുറപ്പാട്ട് നടക്കല്ലേ ടെൻഷൻ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് സാറിനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ടെൻഷൻ ഫ്രീ ആയി. സാറിൻ്റെ പെരുമാറ്റത്തിന് നമുക്ക് ഫ്രീ ആയി. പിന്നെ അതിലേറെ നമ്മൾ ഞാൻ ഫ്രീ ആയ ഒരു കാര്യം, എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് സ്റ്റേജിലും മറ്റുള്ള ചാനലുകളും ഒക്കെ പെർഫോം ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ചേട്ടന്മാർ, ഗുരുതുല്യരായിട്ടുള്ള എല്ലാവരും, ഇവരൊക്കെ അപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു വലിയ സിനിമ ചെയ്യാന്നുള്ള ഒരു ടെൻഷനേ ഇല്ലായിരുന്നു. അല്ല എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് സ്കിറ്റ് ചെയ്യാൻ വന്നതല്ല, നിങ്ങൾ ഇവിടെ ഗസ്റ്റ് ആയിട്ടല്ലേ വന്നത്. നമ്മളിവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനെ കൊണ്ട് നമ്മൾ പെർഫോം ചെയ്യിപ്പിക്കാറുണ്ട് അല്ലേ? അപ്പൊ ഈ 4 പേരും പെർഫോം ചെയ്തു. ശ്യാമേട്ടൻ പെർഫോം ചെയ്തു. അപ്പൊ ഇനിയിപ്പോ ബാക്കി എല്ലാവരും പെർഫോം ചെയ്യണ്ടേ? എന്നാ ഓരോന്നായിട്ട് ഇങ്ങോട്ട് വരട്ടെ. കണ്ണട്ടാ, ഇവരാരും കണ്ണട്ടന്റെ ഡാൻസ് ഇങ്ങനെ ലൈവായിട്ട് കണ്ടിട്ടില്ല. ഒന്ന് കളിച്ചു കൊടുക്കുക കണ്ണട്ടാ പ്ലീസ്. തീരം തേടും തിരയുടെ പാട്ടി പ്രേമം കാമമുറക്കമുണർന്ന വിലാസിനിയായി തീരം തേടും തിരയുടെ പാട്ടി പ്രേമം പൊട്ടും മുകിലും കാമമുറക്കം വിലാസിനിയായി ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മലേട്ടൻ. എന്താ ഞെട്ടിയത്? അപ്പോൾ നിർമ്മലേട്ടന് വേറെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർമ്മലേട്ടന് പോകണം. നിർമ്മലേട്ടൻ ഞങ്ങളുടെ ഈ വേദിയിൽ ഗസ്റ്റായിട്ട് ലാസ്റ്റ് സ്കിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ പിന്നെ ഗസ്റ്റായിട്ടാണ് വന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ചേട്ടനെത്തട്ടെ. ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ ഇങ്ങനെ കയറാൻ പറ്റിയതിൽ. ഇത് ഈ ലൊക്കേഷനിലേക്കൊന്നും അൻസിബക്ക് പൈസ കൊടുത്ത് പറഞ്ഞല്ല. ചെറിയൊരു പടമുണ്ട്, അതിൻ്റെ ഷൂട്ടിലേക്ക് എത്തേണ്ട സമയമായി. അപ്പം നന്ദി എങ്ങനെ പറയണം എന്നറിയില്ല, എപ്പോഴും പറയില്ല. അതുപോലെ തന്നെ എങ്ങനെ പറയണം എന്നറിയില്ല. താങ്ക് യു സോ മച്ച്. എന്തായാലും നിർമ്മലേട്ടൻ എല്ലാവരുടെ അടുത്തും നന്ദിയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ രാജേഷ് ചേട്ടൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ടില്ല, അത് തുടങ്ങണം. ഇവിടെ നമ്മുടെ പ്രിയ താരവും ഇപ്പോഴത്തെ MP കൂടിയായ ഇന്നസെന്റ് ഒരു ഗാനവുമായി എത്തുകയാണ്. എന്റെ കർത്താവ് എനിക്കിഷ്ടായി. ഞാൻ മനോഹരമായിട്ട് പാട്ട് പാടും. എന്റെ പാട്ട് കേട്ടോ. കുണുക്ക് പെൺമണിയെ ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപ്പിറ പോലെ കുണുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ നനുത്ത പൂഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. ഇനി സൂതിയേട്ടൻ ഫിലോമിനയുടെ വോയിസ് ചെയ്യാം. ഫിലോമിന. ആരടത്? ഏതടി അഞ്ഞൂറാൻ? എടാ, അഞ്ഞൂറാനിന് മുമ്പിൽ കണ്ട വെട്ടി അരിഞ്ഞു കളയും. അഞ്ഞൂറാനല്ല, ഏതഞ്ഞൂറം വന്നാലും ഈ അച്ചമ്മയ്ക്ക് പുല്ലാണ്ട പുല്ല് ഓടിയൊക്കെ അവിടുന്ന്. ഇനി സുരേഷ് പറഞ്ഞേ പറ്റുള്ളൂ. പ്രൊഡ്യൂസർ പ്രത്യേകിച്ച് പറഞ്ഞതാ. പഴയ സിനിമ പഴയ എല്ലാം പഴയത് അത് പഴയത് തന്നെ. സ്വന്തം ഒന്ന് പറയാൻ എന്തുണ്ടായിരുന്നു തനിക്ക്? കാശിന് പോലും ഗതിയില്ലാത്ത നിന്നെ ജാക്കി എന്ന പേര് വരെയിട്ട ഞാനാ. എന്നിട്ട് ഇന്ന് ഞാൻ വെറും ഒരു തെണ്ടി. ശിക്ഷാവിധി കാത്തു കഴിയുന്ന ഒരു പോലീസുകാരൻ്റെ നിർബന്ധിത ഒഴിവുകാലം അവൻ എത്ര വേണമെങ്കിലും കുടിക്കാം. ഇത് ചോദിക്കാൻ നീ ആരാ? നിനക്കെന്താ എന്നോട് പ്രണയ? ആയുഷ്മാൻ ജോഷ് ചേട്ടാ, ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി. ആരൊന്നും പറയുന്നില്ല, അനുകരിക്കാം. ഞങ്ങൾ പറഞ്ഞു അനുകരിക്കാം. അപ്പൊ നിങ്ങൾ കൈയടിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ. ശ്വാസകോശം സ്പോഞ്ച് മാതിരിയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ നിന്ന് കിട്ടുന്ന കറ ഏകദേശം ഇത്രത്തോളമായിരിക്കും. ഇത് മതി നിങ്ങളെ ഒരു രോഗിയാക്കാൻ. വലിയ രോഗി. ഇനി നമ്മുടെ ശ്യാമട്ടൻ മുസ്തഫക്ക. അപ്പോൾ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ അന്തരിച്ചുപോയ രാജൻ P. ദേവ് സാറിന്റെ ശബ്ദം. എടാ കൊച്ചിനെ, എടാ ഭഗവാന്മാർക്കും കഷ്ടകാലമുണ്ട് എന്നും പറഞ്ഞ് അവരാരും നമ്മുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നില്ലല്ലോ. എടാ എന്നെയും ഈ നിൽക്കുന്ന മേടോനെയും ചേർത്ത് കയ്യാമം വെക്കാൻ പറഞ്ഞില്ലല്ലോടോ നിന്റെ കമ്മീഷേമാൻ. ഇടാ കൊച്ചിനെ, ഇട കളിക്കുമ്പന്തേ ആളും തരവും നോക്കി കളിക്കണം. ആ പളോ എടതങ്കപ്പ. ഇതൊക്കെ എന്ത് അതാണ് ഞാൻ ചോദിച്ചത്. എന്നാലും നമ്മുടെ കണ്ണേട്ടൻ ഇവിടെ ഉണ്ട്. കണ്ണേട്ടൻ ഇതുവരെ ഒരു സ്റ്റാറിനെ കാണിച്ചു തന്നിട്ടില്ല. കാണിച്ചു തന്നേ പറ്റുള്ളൂ. ബാലചന്ദ്രൻ മേനോൻ സാറിന്റെ. ഏടാ, എനിക്ക് തൃപ്തിയാണ് കുട്ടാ. എടാ, എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ മനസ്സിൻ്റെ എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല കുട്ടാ. എടാ, എനിക്കിന്ന് സിനിമയില്ല, എനിക്ക്
നേരിലില്ല, എനിക്കൊന്നുമില്ല. എല്ലാവരും എന്നെ മറന്നു കൂട്ട. ഞാൻ പോയിട്ട് ഇനിയും വരത്തില്ല. അറിഞ്ഞിരുന്നില്ല കണ്ണേട്ടാ, അറിഞ്ഞിരുന്നില്ല. അല്ല, അവസാനം ഒരു കണ്ണിറുക്കി കാണിക്കലുണ്ടായിരുന്നല്ലോ, എന്തിനെങ്ങനെ? അതെന്നാ അറിയോ, ഈ തെറ്റി പോകുമ്പോ അവിടെ നിന്ന് ഒരു സാധനം വിടും, അത് വരുന്നുണ്ടോ നമുക്ക്. എന്തായാലും ഫുക്രിയുടെ പ്രധാന താരങ്ങൾ ഭഗത്തേട്ടൻ, പ്രിയപ്പെട്ട പ്രയാഗ മാർട്ടിൻ, നമ്മുടെ ശാലിനി, ഇവരുടെ കൂടെ നമ്മുടെ സൂപ്പർ നൈറ്റിന്റെ താരങ്ങളും കോമഡി സൂപ്പർ നൈറ്റിന്റെ താരങ്ങളും അണിനിരുന്നു. ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരെയും ബാക്കി കാര്യങ്ങൾ കൂടി കാണാൻ നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി മോനെ എന്ത് പറ്റടാ, എന്താ കരയണ? എന്നെ സിനിമയില് വിളിച്ചില്ല. ഫുക്രി സിനിമയിൽ ഇവരെല്ലാരും വിളിച്ചു, എന്നെ മാത്രം വിളിച്ചില്ല. ഹെയർ കട്ടിംഗ് ഒക്കെ പക്ഷെ ഫുക്രിയെ പോലെയാണല്ലോ. ഞാൻ ആ പടം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഹെയർ ഒക്കെ ഇതേമാതിരി കട്ട് ചെയ്തു, പക്ഷെ സിനിമയിൽ എന്നെ കട്ട് ചെയ്തു, എന്നെ വിളിച്ചില്ല. എന്റെ പൊട്ട മനസ്സിലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. അതുകൊണ്ട് സംഭവം പൊട്ട മനസ്സാണ് നിന്റെ, പക്ഷെ നിന്റെ ആഗ്രഹം വലിയ ആഗ്രഹമാണ്. നിങ്ങളെയൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രാജേഷേട്ടാ. വല്ലാത്ത പണിയായി പോയി രാജേഷേട്ടാ. ഫുക്രി പോട്ടെ, മുന്തിരി വള്ളികളിൽ മുന്തിരി ആയിട്ടെങ്കിലും എന്നെ ഒന്ന് അഭിനയിപ്പിച്ചുകൂടായിരുന്നു. വിഷമായി പോയി. എന്നിട്ട് വേണം ലാലേട്ടനൊരു വള്ളിയാവാൻ. വേറൊരു കാര്യം പറയാനുണ്ട്. ഇവൻ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കരയാണെങ്കിൽ ഇവിടെ ജീവ വന്നിട്ടുണ്ടായിരുന്നു, തമിഴ് ആക്ടർ ജീവ വന്നിട്ട് ഇവിടെ ഒക്കെ ഇളക്കി പറിച്ചിട്ടാണ് പോയത്. പോകുമ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാ പോയത്, സൂരജിനെ ഞാൻ അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. സംഭവം റൂട്ട് മാറി പോവാണ്. എനിക്ക് മലയാള സിനിമയിലെ അതും നമുക്ക് അഭിനയിക്കാടാ. പടത്തിന്റെ ഷൂട്ടിങ്ങും കഴിഞ്ഞ് പടം റിലീസായി. ഇനി എന്തിനു കയറി അഭിനയിക്കാം? കണ്ണേ പൊന്നെ പൊരളെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാട്ടപരിപാടിക്കും വിളിച്ചോണ്ട് പോകും എന്നെ. 500 രൂപ കിട്ടും, 400 രൂപ പുള്ളി എടുക്കും, 100 രൂപ എനിക്ക് പൈസ കൂടുതൽ കിട്ടുന്നറിയപ്പോ എന്നെ മനപ്പുറവും ഒഴിവാക്കി, എന്നെ മനപ്പുറവും അവോയ്ഡ് ചെയ്തു. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ അടിക്കണ്ടേ? അങ്ങനെയല്ലേ സംഭവം? ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വന്നുള്ള സ്ഥലമാണ്. നീ ഇവിടെ നിന്ന് കരയാനുള്ള സ്ഥലമല്ലേ? ഓ, ഫുക്രിയിൽ അങ്ങ് അഭിനയിച്ച് കയറിയപ്പോഴേക്കും ചാടക്കാരൻ നമ്മളില്ലേ, നമ്മക്കൊന്നും അഭിനയിക്കണ്ടേ? അയ്യോ ചാട ചാട മീറ്റിംഗ് വെച്ച് ചാട ഇരുന്നോ. ആ പാട്ടൊന്നിട്ട് ഞാനൊന്ന് കരയട്ടെ. കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി. നിന്റെ ഈ അഭിനയത്തിന് ഏതെങ്കിലും ഡയറക്ടർമാര് നല്ലൊരു വേഷം തരും. വിളിക്കാൻ മതിയായിരുന്നു. ചേട്ടാ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങോട്ട് വേഗം വാ. ഇതിലാരുമല്ലല്ലോ. കടലായി വളർന്ന സ്നേഹമുറങ്ങി. എന്താണ് നിങ്ങൾ നിന്നോ സെല്യൂട്ട് അടിക്കാനും ഈ കാലുകളും കൈകളും തയ്യാറാക്കി വെച്ചോ. ഞാൻ വരും. ഒരു സിനിമയിൽ അഭിനയിച്ച് ഗസ്റ്റായി ഇവിടെ വന്നില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കിട്ടോ. ഞാൻ വരും, തിരിച്ചു വരും, ഞാൻ മടങ്ങി വരും. അയ്യോ, എന്തായാലും ഫുക്രിയുടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു, നമ്മൾ കണ്ട് ആസ്വദിച്ചു. സിനിമ കണ്ട പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വേദിയിൽ ഈ താരങ്ങളും ഈ താരങ്ങളുടെ കൂടെ അവരുടെ സപ്പോർട്ടിങ് താരങ്ങളും എല്ലാവരുടെയും പ്രകടനം എന്ന് എനിക്കറിയാം. ഇനി എന്തൊക്കെയാണ് ഭഗത്തേട്ടൻ, ഇനി ഭഗത്തേട്ടൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത്? സിനിമ
കണ്ടവർക്ക് ഒത്തിരി നന്ദി. കാണാത്തവർ തിയേറ്ററിൽ പോയി സിനിമ കാണണം. കാരണം എല്ലാവർക്കും ചിരിച്ച് ചിരിച്ച് സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കും. ഫാമിലിയായിട്ട് തന്നെ പോയി കാണുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു. കുതിച്ചുയർന്ന താരമാണ് പ്രേഗ റോസ് മാർട്ടിൻ. ഇനി ഒരുപാട് മൂവീസ് വരാണ്ട് ദിലീപേട്ടൻ്റെ മൂവിയാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത് അല്ലേ? രാമലീല. ഒരുപാട് മൂവീസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രയാഗയ്ക്ക് ഭയങ്കര ഓഡിയൻസ് ആട്ടോ. ഞാനിപ്പോൾ എപ്പോഴും FB-ലൊക്കെ കാണുന്നത് ഇങ്ങനെ ട്രോൾ വരുന്നത് കാണാം. ഭയങ്കര പോസിറ്റീവ് ട്രോളാണ്. നമ്മുടെ പ്രയാഗ ചേച്ചി എത്തുന്നുണ്ട് എന്നിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫാൻസ് ഇങ്ങനെ പോസ്റ്ററൊക്കെ ഇടുന്നത്. അൻസിബ ഇത്രയേ ഉള്ളൂ, ഉത്തരവാദിത്തം കൂടുകയാണ്. അപ്പം പിന്നെ മാത്രമല്ല ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എൻ്റെ കടമ, എൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് എവിടെ ഞാൻ മോശമായിട്ട് അതിനെ അല്ലെങ്കിൽ ഒട്ടും നിസ്സാരമായിട്ട് അത് കാണുന്നു അവിടെ എൻ്റെ ഇത് തുടങ്ങും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് ചെയ്യാൻ തന്നെയാണ്, എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും അതിനെടുക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ആകാശത്ത് ഇപ്പം ഇങ്ങനെ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള നക്ഷത്രമാണ്. അത് എന്നും നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് കോംപ്ലിമെന്റ്. താങ്ക് യു. ശാലിനി. എനിക്കും അത്രയും തന്നെയാണ്. പക്ഷേ ഫുക്രി എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക. CD ഇറങ്ങാനോ ചാനലിൽ വരാനോ വെയിറ്റ് ചെയ്യരുത്. എല്ലാവരും പോയി കാണണം. കാരണം അത്രയും കളർഫുൾ മൂവിയാണത്. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. കൂടാതെ എന്നെ പോലെ തന്നെ പുതുമുഖങ്ങളാണ് ഇതിൽ കൂടുതലും ഉള്ളത്. അപ്പം ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ അടയാളമാണ് കാണുന്നത് ഫുക്രി ഇത്രയും വലിയൊരു വിജയമായത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു അൻസിബ. നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊത്തുള്ള ഇന്നത്തെ ഈ ചിരിക്കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. കണ്ടുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്.